ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ വന്ന് എന്തോ ഒരു വല്ലാഴിക. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കറിയില്ല ആരോ ഉള്ളിൽ നിന്ന് പറയിക്കുന്നത് പോലെ തോന്നൽ. പറഞ്ഞ് എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നൊക്കെ എണ്ണി 10 നാളിനുള്ളിലേ അവരുടെ വിശ്വസ്തരായ അങ്ങരക്ഷാലും മരണപ്പെടും. ഞാൻ അങ്ങ് പറഞ്ഞുപോയി. അപ്പോൾ അവർ ആരും അത്ര മൈൻഡ് ചെയ്തില്ല. അവർ വരച്ച് എനിക്കിനി ഇന്ദിരാഗാന്ധി അടുത്തുള്ള ഇതുകൊണ്ട് ആരും മിണ്ടില്ല. ഞങ്ങളെല്ലാം പോരുന്നു. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് എനിക്ക് അവരുടെ ഒന്നും അഡ്രസ്സൊന്നും അറിയത്തില്ല. അവർ മലപ്പുറത്തുള്ളൊരു കാക്കയാണ്, അദ്ദേഹമാണ് ഈ മിസ് നടത്തുന്നത്, ആ തൊപ്പിയൊക്കെ വെച്ച്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോഴേ ഈ ആഹാരം കഴിക്കുന്നിടത്തുനിന്ന് എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന അവരെല്ലാം ചാടി എണ്ണീറ്റല്ല ഗുണ്ട വരുന്നത് പോലെ ചാടി എണ്ണീറ്റിട്ട് പാത്രം കൊണ്ടും ദൂരെ വന്നു. ഞാൻ എന്തൊക്കെ ഇവരിങ്ങനെ കാണിക്കും, എന്താ പ്രശ്നം എന്തോ? ഇനി വന്ന് പറഞ്ഞ എന്നെ പിടിച്ചുകൊണ്ട് നോക്കട പഹ, എടാ പഹ നീ എന്തോ പറഞ്ഞിട്ടാണ് 10 ദിവസം മുമ്പ് പോയി, ഇന്ന് കറക്റ്റ് 10 ദിവസം നോക്കാൻ നീ എന്ന് പറഞ്ഞ് TV കൊണ്ട് കാണിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ചു. അവർ പുറത്താരെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ ഇപ്പോഴും സത്യ ഞാൻ അറിഞ്ഞില്ല. നമുക്കറിയില്ലല്ലോ മനസ്സിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് കൂടാതെ നടത്തിയെന്ന പേരിൽ നമുക്കറിയില്ലല്ലോ. മനസ്സിലിപ്പോൾ ഭൂമിയേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള കൂറ്റൻ ഗ്രഹം ഈ ഭൂമിയുടെ ഒരു കോണിൽ ഇടിച്ച് തെറിപ്പിച്ച് പോകും. അതിപ്പോൾ ഒന്നോ നാളെ നടക്കത്തില്ല. അപാരമായ കടൽക്ഷോഭം. കടലിനെ നമ്മൾ പേടിക്കേണ്ട കടലിനെയാണ്. ലോകത്തെ വിറപ്പിക്കുന്ന മാരകമായ ഒരു അണു മനുഷ്യനെ വേട്ടയാടും. വൈദ്യശാസ്ത്രം അതിൻ്റെ മുന്നിൽ പകച്ച് അമ്പരക്കും. വൃദ്ധരും കുട്ടികളും ഗർഭിണികളും കൂടുതലായി മരണപ്പെടും. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ അയ്യർ ദ ഗ്രേറ്റിലെ മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ കഥാപാത്രത്തിനെ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ട് ആ സിനിമയ്ക്കകത്ത്. അതുപോലെ കഴിവുള്ള ഒരു മനുഷ്യനെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇദ്ദേഹം കൊറോണയൊക്കെ ഒരു 10-15 വർഷം മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റ് ആവുന്നതും, പിന്നെ ഇന്ദിരാഗാന്ധി മരിക്കുന്നതും, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ 2 മന്ത്രിയാവുന്നതും വരെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. അവരുടെ മുന്നിൽ തന്നെ പിന്നെ അതിനൊക്കെ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്ന ഈ പേപ്പേഴ്സാണ് അദ്ദേഹത്തിൻ്റെ തെളിവുകൾ. ഇത് ഏകദേശം 1996 90-91 കാലഘട്ടത്തിൽ. ഓക്കെ, 90-91 കാലഘട്ടത്തിൽ കയ്യക്ഷരം കൊണ്ട് എഴുതിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ സന്യാസമാണോ, ഈ സ്വാമി ജാമി നടക്കലാണോ പണിയെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം ലോട്ടറി കച്ചവടം നടത്തുകയാണ്. പിന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗവും കാര്യങ്ങളും ഒന്നുമല്ല. ജസ്റ്റ് വർഷങ്ങളായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ എഴുതുന്നു. രാജഗോപാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സംഭവം എന്ന് എഴുതിയത്. രാജഗോപാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും, തിരുവനന്തപുരത്ത് നിന്നാൽ മാത്രം. എന്താ സംഭവം? ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഞാൻ വർഷം മുമ്പേ വരച്ചു വെച്ച ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് ഞാൻ അവസാനിപ്പിച്ചതാണ്, പേന എടുക്കാതെ. ഇനി എൻ്റെ അടുത്ത് ഈ ലോകത്ത് ഇതാണൊക്കെ ആർക്കും വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇനി എൻ്റെ അടുത്ത് ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ എനിക്ക് വരയ്ക്കാനും പറ്റുമെന്ന് തോന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ ധ്യാനം കഴിഞ്ഞ് വന്നിരുന്ന എൻ്റെ മനസ്സിന് ഒരുപാട് കണ്ടമാനം ഞാൻ ഹൃദയം പൊട്ടി കരഞ്ഞ ഒരു ചിത്രമാണിത്. ഇത് എഴുതി വെച്ചതെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി. ഞാൻ നാട്ടിൽ ഒരു ഈശ്വരഭക്തനായിരുന്നു. ഈശ്വരഭക്തൻ അമിതമായ ഭ്രാന്തൊന്നുമില്ല, ഉള്ള ഭക്തി ആത്മാർത്ഥമായി നടത്തുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ഭഗവാന്റെ ഒരു നിറഞ്ഞ ഭക്തനാണ്. അത് കണക്ക് തന്നെ ചിന്നക്കടയിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അവിടുത്തെ ആർക്കും അറിയില്ല, ഞാൻ അവിടുത്തെ പ്രാർത്ഥിക്കുന്നവരാണ്. അവിടെ പോയി പ്രാർത്ഥിക്കുന്ന പോരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ SP ഓഫീസിൻ്റെ ഇപ്പുറത്ത് റെയിൽവേ കട്ടിങ്ങിൽ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്. അവിടെയും ഞാൻ ഒരു ഭക്തനാണ്. കാരണം വെച്ചാൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പോവും. സത്യത്തിൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നെങ്കിലും തുറന്ന് പറയാം, അവിടെ ചെന്ന ബുധനാഴ്ച അപ്പം കിട്ടും, തുറന്ന് പറയാം. അപ്പോൾ അതും എനിക്കൊരു അനുഗ്രഹമായി. കാരണം വെച്ചാൽ നല്ല വിശപ്പ് അനുഭവിച്ച് ജീവിച്ചൊരു കൂട്ടത്തിലാണ്. അപ്പം വിശപ്പ് ദളം ചെയ്യാൻ വേണ്ടി, അതിനെ മറികടക്കാൻ വേണ്ടി ഭക്തിയിൽ കൂടെ ഞാനൊരു വ്രതം നോറ്റു തുടങ്ങിയതാണ്. ഇപ്പോൾ കൊറോണ തന്നെ വരുന്നുണ്ട് എന്നൊരു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ എങ്ങനെയാണ് നമുക്ക് ഈ തോന്നലൊക്കെ ഉണ്ടായി തുടങ്ങിയത്? തോന്നലുണ്ടായെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സും ശരീരത്തിനുള്ളും എല്ലാം വൃത്തിയാക്കണം, തലച്ചോറ് വൃത്തിയാക്കണം, ശുദ്ധിയാക്കിയിട്ട് നമ്മൾ രാവിലെ 6 മണി തൊട്ട് നമ്മൾ വൈകിട്ട് 6 മണി വരെ ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരായിട്ട് സംസാരിക്കുന്ന, പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ധ്യാനത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളം ശുദ്ധിയാക്കി വെച്ചിട്ട് നമ്മളിരിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ
ശരിക്കും ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. അതൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കുക, അത്തരത്തിലുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തു വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സൗദി അറേബ്യയിൽ ഞാൻ ജിദ്ദയിലായിരുന്നു, അത് കഴിഞ്ഞ് ഹൈലിൽ പോയി. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഐസ് വീഴുന്ന ഇടങ്ങളാണ്. ഈ ഐസ് വീഴുന്ന സമയങ്ങളിലും ഭയങ്കരമായ തണുപ്പുള്ള അവിടെ നിൽക്കുന്നവർക്കറിയാം. ഈ സമയങ്ങളിലും ഈ വെള്ളം കോരി ഒഴിച്ചാണ്, ഇങ്ങനെ ചെന്ന് തൊടുമ്പോൾ പൊട്ടും, ഐസ് പൊട്ടിമാറും. ആ വെള്ളം കോരി ഒഴിച്ചാണ് ഞാൻ കുളിക്കുന്നത്. ഏത് രാത്രിയായാലും എനിക്ക് ആ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ ഒരുപാട് എനിക്കിഷ്ടമാണ്. ഈ ആകാശത്തിൻ്റെ രാത്രിയിലെ യാമങ്ങളിൽ പല പല കാഴ്ചകൾ കാണാൻ കഴിയും. ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും. പ്രവചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? കൊറോണയും പ്രളയവും ഒക്കെ പ്രവചിച്ചെന്ന് പറഞ്ഞു. ഇതിനൊക്കെ എന്തിനും തെളിവുകളുണ്ടോ? തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏതാണ്ട് 85-86 കാലങ്ങളിൽ ഞാനിത് എഴുതി തുടങ്ങിയാണ്. റഫ് ആയിട്ട് എഴുതി വെക്കും. പിന്നെ എൻ്റെ കല്യാണം 1994 നടന്നത്. അപ്പം 94 കല്യാണം നടന്നു. 96 എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഞാൻ കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇപ്പോഴും കുറേ ഇരിപ്പുണ്ട്. ഒന്ന് തിരുത്തി, ഒന്ന് നല്ല അക്ഷരത്തിൽ എഴുതി തരുമോ? അങ്ങനെ എന്താ, ഞാൻ എഴുതി തരാം. പക്ഷേ ഒരുപാട് അത് കഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ കൈപ്പടയിൽ അത് എഴുതി തന്നതാണ് 96 കാലങ്ങളിൽ. എന്താണ് ഈ പേപ്പേഴ്സിലൊക്കെ ഉള്ളത്? എന്താണ്? ലോകത്തെ വിറപ്പിക്കുന്ന മാരകമായ ഒരു അണു മനുഷ്യനെ വേട്ടയാടും. വൈദ്യശാസ്ത്രം അതിൻ്റെ മുന്നിൽ പകച്ച് അമ്പരക്കും. വൃദ്ധരും കുട്ടികളും ഗർഭിണികളും കൂടുതലായി മരണപ്പെടും. ഇത് എഴുതിയിട്ട് ഇത് ഞാൻ എഴുതിയിട്ട് ഇത് എൻ്റെ 2012 എൻ്റെ ഈ സുഹൃത്ത് ഇതെനിക്ക് പകർത്തി അപ്പോൾ ഓർഡറാക്കി തന്നതിൻ്റെ ഒറിജിനലും അല്ലാതെ ഇരിപ്പുണ്ട്. ഇത് കുറേ വർഷമായി, ഏതാണ്ട് 90-91 കാലഘട്ടത്തിൽ എഴുതിയ സംഭവം. ഇത് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? സംഭവിക്കാൻ പോകുന്ന ഞാൻ എഴുതുന്നത് സൂര്യൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ എഴുതി വെച്ച, സൂര്യനകത്തുള്ള അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചതാണ്. സൂര്യൻ ഇപ്പോഴല്ലേ പോയി അവിടെ, അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഞാൻ പറഞ്ഞിരുന്നു, സൂര്യന് ഉള്ളിലുള്ള ശബ്ദ തരംഗങ്ങളും അതിനകത്ത് സദാ അവിടെ സൂര്യനിൽ നിന്ന് ഒരു കരിവണ്ട് മൂളുന്ന പോലെ ശബ്ദം സദാ വന്നുകൊണ്ടിരിപ്പുണ്ട്. അത് കണക്കിന് അതിനകത്തുള്ള പ്രളയങ്ങളും അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്തിന് ചൊവ്വ ഗ്രഹത്തിലെ കാര്യങ്ങൾ, ഞാൻ അവിടെ ജലമുണ്ടെന്നും മനുഷ്യൻ അവിടെ വസിച്ചിരുന്നെന്നും അത് എങ്ങനെയാണ് അവിടെ ഇതായതും എന്നൊക്കെ എല്ലാം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പം ഭൂമിയേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള കൂറ്റൻ ഗ്രഹം ഈ ഭൂമിയുടെ ഒരു കോണിൽ ഇടിച്ച് തെറിപ്പിച്ച് പോകും. അതിപ്പോൾ ഒന്നോ നാളെ നടക്കത്തില്ല. അപാരമായ കടൽക്ഷോഭം. കടലിനെ നമ്മൾ പേടിക്കേണ്ട കടലിനെയാണ്. കടൽ ഒരു മഹാസത്യം തന്നെയാണ്. കടലിനെയാണ് നമ്മൾ പേടി. ഇപ്പം ഇനി നമ്മൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രാണി ഒട്ടും അത് അത്ര അല്ലെങ്കിലും പേടിക്കേണ്ട, ഒട്ടും വൈകില്ലെങ്കിലും അത് നമ്മുടെ മരണം സംഭവിക്കില്ല. പക്ഷേ നമ്മൾ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടും വീർപ്പ് മുട്ടും. അത് സംഭവിക്കുമെന്നുള്ളൊരു ഉറപ്പാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് കണക്ക് തന്നെ നമ്മൾ ഇനി വരുന്ന സമയങ്ങളിൽ ഈ വേനൽ നമ്മളെ വീർപ്പ് മുട്ടിക്കും. അതുപോലെ തന്നെ പേമാരിയും കടൽക്ഷോഭവും, കടൽ നമ്മളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കും, ഭയപ്പാടിൽ കൊണ്ടെത്തിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ രീതിയും ഭാവങ്ങളെല്ലാം അടിത്തട്ടിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതിയുടെ മാറ്റമേ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രഡിക്ടറായ സുദർശൻ ചേട്ടൻ്റെ വരുമാന മാർഗ്ഗം എന്താണ്? എൻ്റെ വരുമാന മാർഗ്ഗം, ഞാനൊരു ധനത്തിന് വേണ്ടി എൻ്റെ ജീവിത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ ലോട്ടറി കച്ചവടം ചെയ്യണം. ഞാനൊരു വെൽഡറാണ്. ഇപ്പോൾ എനിക്ക് 60 വയസ്സുണ്ട്. ഷിപ്പിംഗ് ബോട്ടിൻ്റെ ശക്തികുളങ്ങര ഒരു വെൽഡറായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രായത്തിന് പോകാൻ ഇപ്പോൾ എനിക്കൊരു കടയൊക്കെ ഉണ്ട്. അതൊക്കെ നശിച്ച് ഇതായിപ്പോയി. ഇപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്ക് അതിനൊക്കെ ഒരുപാട് ഇത് പറ്റി. ഇപ്പം ലോട്ടറിയുടെ കച്ചവടം ഇങ്ങനെ നടത്തി എൻ്റെ ഉപജീവിത മാർഗ്ഗം നയിക്കുന്നു.